ഹായ് ഹലോ, ഞാൻ നിങ്ങളെ ഇന്നൊരു സീക്രട്ട് പേഴ്സാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. 9 വർഷമായിട്ട് ഈ പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മോനും ഇന്നായി പേഴ്സ് കാണും. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പേഴ്സ് ഉണ്ടെന്ന് ഇന്നാ മോൻ കാണുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതൊരു ആക്രിപ്പെട്ടിയായിട്ട് തോന്നും. ഇത് ആക്രിയല്ല, എൻ്റെ ഓരോരോ മെമ്മറീസാണ്. 9 വർഷമായിട്ടുള്ള മെമ്മറീസാണ്. ഇവൻ്റെ അച്ഛൻ മലപ്പുറത്തായിരുന്നു പഠിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പോയിട്ട് വരുമ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എനിക്ക് കൊണ്ട് തരും. അതാണ്. പിന്നെ പണ്ടത്തെ ഒരു റീചാർജ് കൂപ്പൺ എല്ലാവർക്കും അറിയാമായിരിക്കും, ഓർമ്മയുണ്ടായിരിക്കും. പിന്നെ മിഠായി കവറുകൾ, ആളെനിക്ക് തന്നിട്ടുള്ള മിഠായി കവറുകളും അതിനകത്തുള്ള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അതൊക്കെ ഓരോരോ ഓർമ്മയില്ലേ. പിന്നെ ഇതെൻ്റെ ലവ് ലെറ്റർ കേട്ടോ. ഞാൻ ചോദിച്ച് വാങ്ങിച്ച ലവ് ലെറ്ററാണ്. ഒരു രസമല്ലേ. ഞാൻ ലവ് ലെറ്റർ എഴുതി തരാമെന്ന് ചോദിച്ചപ്പോൾ അങ്ങാര് അന്നന്ന് കഴിച്ച ചോറിൻ്റെയും കറിയുടെയൊക്കെ കാര്യം അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. വേറെ ഒരു കാര്യം അതിനകത്തില്ല. എല്ലാം അല്ലാതെ നമ്മളൊരു സ്നേഹമായിട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആൾ മെസ്സേജ് അയക്കുന്ന പോലെ ഒരു സംഭവം അതിലേക്ക് എഴുതി തന്നേക്കുന്നത്. അത് മൊത്തം ട്രെയിൻ ടിക്കറ്റ്, പിന്നെ മിഠായി കവറുകൾ. ഇതിനൊരു പാവയായിരുന്നു. ആ പാവ എൻ്റെ നിന്ന് ഒടിഞ്ഞു പോയി. ആരെടുത്തോണ്ട് പോയെന്ന് എനിക്കും അറിയാൻ വയ്യ. ഇതൊക്കെ എപ്പോൾ ഇതിനകത്ത് കയറി വന്ന് എന്തോന്ന് അറിയത്തില്ല. ഇതൊക്കെ മൊത്തം ട്രെയിൻ ടിക്കറ്റ്. ആൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നും ഈ ട്രെയിൻ ടിക്കറ്റ് കൊണ്ട് തരും. അപ്പം ഞാനതെടുത്ത് വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അന്നത്തെ ആളുടെ മണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതെനിക്ക് ആൾ ഫസ്റ്റ് കൊണ്ടുവന്ന ഗിഫ്റ്റായത്. ഇയാൾ നോക്കുക അതെങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടോ. ഒന്നും ഒടിച്ചു കളയല്ലേ മോനെ, അമ്മച്ചി എത്ര വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ചോക്കോ ബാർ. ഇതൊക്കെ എനിക്കന്ന് ക്ലാസ് ചേച്ചിക്ക് വന്ന് കാണാൻ വരുന്ന സമയത്ത് തരുന്ന മിഠായി കേട്ടോ. കൂടുതലും ട്രെയിൻ ടിക്കറ്റുകൾ അതിനകത്തുള്ളത്. ഇത് ഫസ്റ്റ് എറണാകുളത്ത് പോയപ്പോൾ മെട്രോയിൽ കയറിയപ്പോഴത്തെ ആ ടിക്കറ്റ്. പിന്നെ ഡയറി മിൽക്ക്. കൂടുതലും ഡയറി മിൽക്കിൻ്റെ കവറും മഞ്ചിൻ്റെ കവറൊക്കെ ആയിരിക്കും. എനിക്ക് മഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ഡയറി മിൽക്കിനേക്കാളും കൂടുതൽ എനിക്ക് മഞ്ചാണ് ഇഷ്ടം. അപ്പോൾ ഇതിനകത്ത് മഞ്ചിൻ്റെ കവറൊക്കെ കുറച്ച് തോന്നിയും കാണും. അങ്ങനെ എല്ലാം അങ്ങനെയുള്ള ഓരോരോ ഓർമ്മ. നിങ്ങൾക്കും ഇതുപോലെ ഉള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പറയണം കേട്ടോ. ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. എനിക്ക് ആ ഒരു സന്തോഷം, പണ്ട് ഈ വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. പഴയ ഓർമ്മകളെല്ലാം വന്നിട്ട് ഭയങ്കര ഒരു ഉന്മാദാവസ്ഥയായി. അതുകൊണ്ട് സംസാരിക്കുന്ന എന്തുവാണെന്നൊന്നും എനിക്കൊരു എത്തും പിടിയും കിട്ടാതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഡയറി മിൽക്കുകൾ, മിഠായികൾ, അന്നത്തെ ആ ഒരു ഓർമ്മകൾ. അതെല്ലാം ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട സമയത്ത് ഈ പേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയത്. കുറേ നാളായി ഇത് കിട്ടിയിട്ട്. ഇതെന്തെന്ന് അറിയാമോ, ഞങ്ങൾ ഫസ്റ്റ് പ്രേമിച്ചു തുടങ്ങിയ സമയത്ത് ആളുടെ എൻ്റെ ബർത്ത്ഡേക്ക് അർച്ചന പൊഴിഞ്ഞുകൊണ്ട് വന്ന കവറാണ് കേട്ടോ. ആ കവർ വരെ ഞാൻ എടുത്ത് വെച്ചേക്കുക. അങ്ങനെ കുറേ സാധനങ്ങൾ, എല്ലാ മിഠായി കവറും ട്രെയിൻ ടിക്കറ്റും ഇത് കൂടുതലും ഉള്ളത്. ഇതൊക്കെ എടുത്തൊക്കെ വെച്ചേക്കുക. പിന്നെ ആ വലിയ ഗിഫ്റ്റൊന്നും നമുക്കങ്ങനെ തരാൻ പറ്റത്തില്ലല്ലോ, വീട്ടിൽ പിടിക്കില്ലേ. ഇതെൻ്റെ കൂട്ടുകാരി എനിക്ക് വരച്ച് തന്നെ കേട്ടോ. അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അവളിപ്പോൾ കണ്ടാൽ പറയും അവളുടെ സാധനം ഒന്നും വെച്ചിട്ടില്ല എന്ന് പറയും. ഇത് ട്രെയിൻ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ മൊത്തം തെറ്റേ പറയും.